21 വർഷമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് താങ്ങും തണലുമായ ലിസമ്മ ജോസഫാണ് പെൺമനസിന്റെ ഇന്നത്തെ അതിഥി. എല്ലാവർക്കും സ്വാഗതം. രണ്ട് പതിറ്റാണ്ടിലേറെയായി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് താങ്ങും തണലുമാണ് ലിസമ്മ ജോസഫ് എന്ന സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന മകൾ നിമിഷയെ വീട്ടിനുള്ളിൽ ഒതുക്കാതെ പുറം ലോകത്ത് സജീവമാക്കാനുള്ള തീരുമാനമാണ് പിന്നീട് നൂറുകണക്കിന് കുട്ടികൾക്ക് വെളിച്ചമായ അധ്യാപികയായി ലിസമ്മയെ മാറ്റിയത്. ഏറെക്കാലം പാലാ BRCയിലെ പരിശീലകയായിരുന്നു. കുറച്ചുനാൾ മുൻപാണ് രാമപുരം BRCയിൽ എത്തുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും തുടർന്നും ഈ മേഖലയിൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നാണ് ലിസമ്മ പറയുന്നത്. കാരണം ഇത് ലിസമ്മയുടെ ലോകമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ലിസമ്മ മാം, പെൺമനസിലേക്ക് സ്വാഗതം. ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്താ കാര്യം? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് വേണം പറയാൻ. എനിക്കൊരു മോളുണ്ട്. അവൾക്ക് 5 വയസ്സ് വരെ ഞാൻ തെറാപ്പികൾ, അതുപോലെ ഡോക്ടേഴ്സിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. അങ്ങനെ ഞാനും അവളുമായിട്ടുള്ളൊരു ലോകമായിരുന്നു. എവിടെ കൊണ്ടുപോയാലാണ് രക്ഷപ്പെടുന്നത്. 5 വയസ്സ് കഴിഞ്ഞപ്പം അവളുടെ പ്രായമുള്ള കുട്ടികളെയൊക്കെ സ്കൂളിൽ ചേർത്താൻ. അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ്, അവളെ സ്കൂളിൽ എത്തിക്കണമല്ലോ. അപ്പോൾ ഒരു എവിടെ എത്തിക്കും എന്ന് ചിന്തിച്ചു. ഞാനിങ്ങനെ ഇരുന്ന പതുക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവൾ എൻ്റെ കണ്ണ് തുടച്ചു. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. എന്നിട്ട് അവളെ ഞാൻ മൂവാറ്റുപുഴ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമയും. അന്നേരം ഞാൻ ഇവളെ എങ്ങനെ മാറ്റാം, ഇവളെ എങ്ങനെ പുരോഗതി വരാം എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ. അവളെ അവിടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനും അവിടെ പഠിച്ചു 2 വർഷത്തെ കോഴ്സ്. അവളവിടെ ഹോസ്റ്റലിൽ നിന്നു, ഞാനും ഹോസ്റ്റലിൽ നിന്നു. അങ്ങനെ പഠിച്ച് ഒരു ജോലിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു. അതിനുശേഷം ഞാൻ 2 വർഷം സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ഒത്തിരി അമ്മമാരും കുട്ടികളും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. എൻ്റെ കുഞ്ഞെന്നുള്ള ആ ലോകത്തിൽ നിന്ന് ഞാൻ മാറി സമൂഹത്തിലേക്ക് ഞാൻ ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് SSLയിലേക്കായി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂള് സാധാരണ സ്കൂളിലാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കുട്ടിയെ എനിക്ക് സ്കൂളിൽ എത്താൻ സാധിക്കാതെ, അത് പേരൻസിൻ്റെ അറിവില്ല. എൻ്റെ കുട്ടി, എന്നെപ്പോലെ തന്നെ എൻ്റെ കുട്ടി എൻ്റെ കൈകളിൽ തന്നെ ഇരിക്കണം. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അന്നൊന്നും അത് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചാൽ അത്രയ്ക്ക് നോക്കുമെന്ന് പേരൻസിന് അറിവില്ലല്ലോ. അപ്പോൾ എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് തന്നെ, ആരും പുറത്തുനിന്ന് ആരെയും കാണിക്കുകയൊന്നുമില്ല, ആര് ചെന്നാലും കാണിക്കത്തില്ല. അങ്ങനെ അങ്ങ് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് വരട്ടെ എന്ന് ചോദിച്ചു. കൊച്ചിൻ്റെ അമ്മ വരണ്ട, ഇഷ്ടമല്ല, അച്ഛന് ഇഷ്ടമല്ല. എന്നിരുന്നാലും ശരി, ഞാൻ ഹസ്ബൻഡിനെയും കൂട്ടി വീട്ടിൽ ചെന്നു. അപ്പോഴറിയാം 2 കുട്ടികളും നടക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. 7 കുട്ടികളുണ്ട്, 2. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. കുട്ടികളെക്കുറിച്ച് കൂടുതലും ചെയ്താൽ സമൂഹം നമ്മളെ കൂടെ ചേർന്ന് വരും. എനിക്ക് ഒത്തിരി സമൂഹത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് ഓരോ പടിയും കയറി വന്ന് അവരെ ഹോസ്പിറ്റലിലാക്കി. അതിൽ നിന്ന് പടിപടിയായിട്ട് അങ്ങോട്ട് ഉയർത്തി. അപ്പം ഞാൻ ഓരോ കുട്ടിയും കാണുമ്പോൾ എൻ്റെ കുട്ടിക്ക് ചെയ്ത് മുന്നേറാൻ പറ്റാത്തത് ചിലപ്പോൾ ഞാൻ ഇടപെടുന്ന മറ്റു കുട്ടികളിൽ അത് പ്രായോഗികമാകുമെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഒരു കുട്ടിയെ കാണുമ്പോൾ അവനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടതെന്ന് അവർ ചിന്തയിലേക്ക് വന്നു. അങ്ങനെയാണ്
ഇതിലേക്ക് എത്തുന്നത്. ആഹാ. പിന്നെ ഒരു ക്ലാസ്സിലൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ആ. പലതരത്തിലുള്ള കുട്ടികളായിരിക്കും. ഒരു 10-15 പിള്ളേരുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അതിൽ 15 പേരും 15 തരമായിരിക്കും. 15 തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് കാണും. എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 30 കുട്ടികളായിരിക്കും. അത് പൊതുവിദ്യാഭ്യാസത്തിൽ ഒരു 3-4 കുട്ടികളൊക്കെ. അപ്പം പല കാറ്റഗറി കാണും. ചിലപ്പം കണ്ണിന് പ്രശ്നം, ചിലപ്പോൾ ഹൈപ്പർ, ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനെ പലതും കാണും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് എന്താണ് അവരുടെ കഴിവ്, അവരുടെ പോരായ്മയേക്കാളും അവരുടെ കഴിവുകളെ കണ്ടെത്തുക. കഴിവുകളെ കണ്ടെത്തി കഴിഞ്ഞുണ്ടല്ലോ അവർക്കതൊന്ന് പ്രകടിപ്പിക്കാനോ. അങ്ങനെ ഒത്തിരി ഹൈപ്പറുള്ള കുട്ടികളെയൊക്കെ ഒരു ആൻസർ പറയാനോ, വേറെ ഒന്നും ആൻസർ അറിയത്തില്ലായിരിക്കും, ഒരൊറ്റ ആൻസർ ആയിരിക്കും ചിലപ്പം പഠിപ്പിച്ച് അത് അവനോട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ ആ സന്തോഷം, ബിഹേവിയറിനൊക്കെ വളരെയധികം മാറ്റം വരും. ഞാൻ ഒരാളാണ്. അതുപോലെ ഇപ്പം വിഷ്വലായിട്ടുള്ളവർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുക, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല, അവർ വെറുതെ ഇരിക്കുന്നു. അവർക്കൊരു അതിൽ നിന്നൊരു മോചനം ഉണ്ടെന്ന് കുട്ടികളും പ്രതീക്ഷിക്കുന്നില്ല, പേരൻസും പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവരുടെ അടുത്തിരുന്ന് അവർക്ക് കുറച്ച് ഇത്തരം എന്നുവെച്ചാൽ അഡാപ്റ്റ് ചെയ്ത് ലഘുവാക്കി കൊടുത്തിട്ട് ഒന്ന് വലുതാക്കി എഴുതി കൊടുക്കുമോ, അല്ലെങ്കിൽ അവരുടെ കൈകൾ കൊണ്ട് സ്പർശിച്ച് വലിയ അക്ഷരങ്ങൾ അങ്ങനെ 2-3 ഉത്തരം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്കിത് സാധിക്കും എന്നൊരു ചിന്തയിലേക്ക് വന്ന ഒരു ചിന്തയിലേക്ക് വന്ന് അവർ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിലെ പല പ്രോബ്ലംസും കുറയും. എന്നെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അക്ഷരം പോലും അറിയാൻ വയ്യാതെ ഇരിക്കുന്ന കുട്ടികൾ പോലും ഇപ്പം സാധാരണ ജീവിതത്തിലേക്ക് വന്ന അനുഭവങ്ങളുണ്ട്. ഇപ്പൊ പേരൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പം കുറച്ചുകൂടി കൂടുതലായിട്ട് പറഞ്ഞാൽ അവർക്കൊരു നിരാശയായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച്. ഒരുപാട് ആദികൾ കാണും. അപ്പൊ എങ്ങനെയാ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ? പേരൻസിനെ സംബന്ധിച്ച് ഞാനും അങ്ങനെ ഒരു പേരന്റ് ആയിരുന്നല്ലോ. അപ്പം ഞാനും എൻ്റെ കുഞ്ഞും ആ അവസ്ഥയിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ദുഃഖിച്ചു. ആ ഒരു കണ്ണ് തുടച്ചത് എനിക്ക് ഒത്തിരി പേരൻസിൻ്റെയും കുട്ടികളുടെയും കണ്ണുകൾ തുടയ്ക്കാൻ പറ്റി. അവരെ ആദ്യമായിട്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ അവസ്ഥ, പേരൻസിൻ്റെ അവസ്ഥ. ഒരുപക്ഷെ വിദ്യാസമ്പന്നരിലും ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം എൻ്റെ കുട്ടിയെ സമൂഹം എങ്ങനെ കാണും, അങ്ങനെ വിചാരിക്കും. എൻ്റെ കുട്ടി ചിലപ്പം ചില പരിപാടിക്കൊക്കെ ശബ്ദങ്ങളോട് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല ഈ ആദ്യം പറഞ്ഞ 2 കുട്ടികളുടെ, അതുപോലെ പല കുട്ടികളെ ആദ്യമായിട്ട് നമ്മൾക്ക് അവർക്ക് എന്താണ് അവരുടെ കഴിവുകൾ. ഞാൻ പലപ്പോഴും വീടുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പേരൻസ് ഒക്കെ ആകുമ്പോൾ പുറത്തോട്ട് കാണിക്കാതിരിക്കുവാണല്ലോ കൂടുതൽ, ഇങ്ങനെ സ്ട്രെസ്സൊക്കെ ഉള്ള. അവരുടെ വീട്ടിലെത്തി കുട്ടികൾക്ക് ഉണ്ട്, സമൂഹം ഉണ്ട് എന്നൊരു കാഴ്ചപ്പാടിലൂടെ അവർക്ക് കുട്ടികൾക്ക് മാറ്റം വരും എന്നൊരു ചിന്ത, കുട്ടികളുടെ ഒരു ചെറിയ മാറ്റം വരും എന്നൊരു ചിന്ത അവരിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവര് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ പറയുന്നതൊക്കെ അവരുടെ ഉള്ളിലെ വികാരങ്ങൾക്ക് നമുക്ക് അങ്ങ് പറയാൻ പറ്റണം. അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമുക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി നമുക്ക് അറിയാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന പേരൻസിനെയൊക്കെ കരകയറ്റിയിട്ടുണ്ട്. അപ്പം കുട്ടികളിലേക്ക് മാറ്റങ്ങൾ വരുത്താം. ഒരുപക്ഷെ കുട്ടികളിൽ മാറ്റം വരുത്താത്ത സാഹചര്യങ്ങളുണ്ട്. CP ആയിട്ടുള്ള കുട്ടികളൊക്കെ, അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കാണാറുണ്ട്. അവരിൽ മാറ്റം വരുത്തണമെങ്കിൽ ചിലപ്പോൾ വിദ്യാസമ്പന്നരായിരിക്കും. അവർ ഈ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവിടെ ഒതുങ്ങി അങ്ങനെയുള്ളവരെ ഞാനുണ്ടല്ലോ അവരെ ഒരു എംപവർ ചെയ്ത് ഒന്നെങ്കിൽ അവർക്ക് അനുയോജ്യമായ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്തെത്തുന്ന ഒരു പേരൻസും നിരാശയിലേക്ക് പോയിട്ടില്ല. ഏതാണ് അവർക്ക് സൂട്ടായിട്ടുള്ളത്, ഏത് രീതിയിൽ പോയാലാണ് ആ രീതിയിൽ അവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ നമുക്കറിയാം മെൽറ്റിംഗ് ഡൗൺസ് ഉണ്ടാകും. പിന്നെ പലതിനോടും സെൻസിറ്റിവിറ്റി ഉണ്ട്, ആളുകളോട്, ശബ്ദങ്ങളോട്, ലൈറ്റിനോട്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാ മാനേജ് ചെയ്യുന്നത്? ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഞാനിപ്പോ ഈ അടുത്ത ദിവസം 7 വയസ്സായി വെച്ച്. ഓട്ടിസത്തിന്റെ ക്യാരക്ടർ അല്പം ഉണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് പേരൻസ് അംഗീകരിക്കത്തില്ല ഉണ്ടായിരുന്നു. അപ്പൊ അവളെ പുറത്തിറക്കത്തില്ല. ശബ്ദം ഫാനിന്റെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് ബുദ്ധിമുട്ടാണ്. അവളെ വീട്ടിൽ പോയി ഞാൻ വണ്ടി കൊണ്ട് അവിടെ നിർത്തി കഴിയുമ്പോഴത്തേക്കും അവളോട് ചെവി പൊത്തും. അവളെ ഞാൻ സ്കൂളിലെത്തിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് അവളെ തന്നെ വ്യക്തിപരമായിട്ട്
ചില സ്ഥലങ്ങളിലേക്കൊക്കെ പതുക്കെ പതുക്കെ കൊണ്ടുപോയി അവളെ ട്രെയിൻ ചെയ്തു. എന്നിട്ട് ഇവളുടെ ഒരു കഴിവ്, ഡാൻസ് ചെയ്യാൻ നല്ല കഴിവാണ്. അപ്പോൾ ആ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ സ്റ്റേജിൽ കയറ്റി മൈക്ക് സംഭവം ഉണ്ടല്ലോ, അതവൾ അറിഞ്ഞില്ല. ഇപ്പം പേരൻസ് ശബ്ദത്തോട് പ്രതികരിക്കുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് കേൾക്കും, പേരൻസ് അവിടെ കൊണ്ട് നിർത്തുക, വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാരണം. സമൂഹത്തിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയെങ്കിലല്ലേ നമുക്ക് പുറത്തോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റേജിലോട്ട് കയറി ഡാൻസ് കളിക്കുന്ന ആ സ്പിരിറ്റിൽ അവൾ ആ ശബ്ദത്തെ അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം അവൾക്ക് ബുദ്ധിമുട്ടാണ്, അവൾ ചെവി പിടിക്കും. ഞാൻ അവളെ അങ്ങ് വിളിച്ചു, എൻ്റെ വണ്ടിയെ കയറ്റിയിട്ട് ഹാൻഡിൽ പിടിച്ചോളാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കി. അങ്ങനെ അവരെ അങ്ങനെയുള്ള ശബ്ദത്തെ അവരെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നല്ല മിടുക്കിയായിട്ട് ഇപ്പം നന്ദ മിടുക്കിയായിട്ട് സാധാരണ ഒരു കുട്ടിയെപ്പോലെ തന്നെ 2-3 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്ത് അവൾ നോർമലിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് ശബ്ദങ്ങളൊക്കെ വരുന്നവരുണ്ടല്ലോ, ഹൈപ്പർ വരുന്നു, അവരെ നമുക്ക് സ്വല്പം ഒത്തിരി ബുദ്ധിമുട്ട് വരുമ്പോ അവരെ പതുക്കെ അങ്ങോട്ട് അവരെ അല്ലെങ്കിൽ പതുക്കെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ, എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ടാർഗറ്റ്. കാരണം കണ്ടുപിടിക്കണം, എങ്കിലേ അത് ഒഴിവാക്കി അതിനെ എങ്ങനെ കുറയ്ക്കാം. ഇപ്പൊ ഫാൻ കറങ്ങുമ്പോ അവള് ഇത് ഉണ്ടാകുന്നു, ഇത് വണ്ടി അത് കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതവരെ ശാന്തമായിട്ടൊന്ന് ഇരുത്താനും അവർക്കൊന്ന് തലോടി അവരെ ഞങ്ങള് കൊടുക്കുന്നു എന്നൊരു ചിന്ത കുട്ടികൾ വരുത്തുമ്പോൾ വളരെയധികം മാറ്റം വരും. കാലഘട്ടത്തിലാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഈ തെറ്റിദ്ധാരണകളെ കുറിച്ച്, ഈ അവസ്ഥകളുടെ കുട്ടികളെ കുറിച്ച് മാറിയിട്ടില്ലെന്നു. ഇപ്പോഴും ചില നോട്ടങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടല്ലോ. ഒക്കെ എന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, എങ്ങനെ പറ്റും? അത് ഇപ്പം സാധാരണ മറ്റുള്ളവർ കാണുന്നത് ഒരു ദയ, ഒരു കൗതുകം, ആ ഒരു രീതിയിലാണ്. അതിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഈ ഇടപെടുന്ന കുട്ടികളിൽ നമ്മൾ ഡാൻസ് പഠിക്കുന്ന ഒരു കഴിവ് അവർ തെളിയിച്ച് കാണിക്കണം, ഇല്ലേ? അവരും കഴിവുള്ളവരാണ്, അവരിലും കഴിവുണ്ട്, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. അതിനെല്ലാത്തിനും മുഖ്യ കാരണം അവരെ സമൂഹത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിന് പേരൻസിനെ ബോധവൽക്കരിക്കുക. എത്ര ബുദ്ധിമുട്ടുള്ളവരാണ്, അവരിലൊരു കഴിവുണ്ട്, അത് പൊതുജനത്തിന് കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചെയ്യുന്നത്. 21 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാണ്. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ 2 വർഷം സ്പെഷ്യൽ സ്കൂളിൽ തൊടുപുഴയായിരുന്നു. അതിനുശേഷമാണ് പീരുമേട് 2 മാസം നിൽക്കുന്നത്. എൻ്റെ കുട്ടി ഭിന്നശേഷി കുട്ടിയായതുകൊണ്ട് അതിൻ്റെ എനിക്ക് ഏറ്റവും അടുത്ത് ഞാൻ ജോലി പീരുമേട് കിട്ടിയപ്പോൾ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചില്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇട്ടിട്ട് എനിക്ക് അത്രയും ദൂരം പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ട്രാൻസ്ഫർ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ ഉറപ്പിന്മേലാണ് വീണ്ടും പോയി പീരുമേട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം പാലായി തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2-3 വർഷത്തോളമായുള്ളൂ രാമപുരത്തായിട്ട്. ഇത്രയും കാലത്തിനോടടിക്കേണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഒന്നല്ല, നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. അതില് അനുഭവം എന്ന് പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തുടങ്ങിയ 2 കുട്ടികൾ, അവരുടെ അടുത്ത് സർജറി ചെയ്തു. അതുപോലെ തന്നെ പഠന സഹായങ്ങളൊക്കെ ചെയ്തു. എന്നുവെച്ചാൽ അതിനൊപ്പം എൻ്റെ BRCയിലുള്ളവരും ജില്ലാ തലത്തിലുള്ളവരും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ സപ്പോർട്ടോടുകൂടി സാമ്പത്തികമായും എനിക്ക് എല്ലാ തരത്തിലും, ഞാൻ ഒറ്റയ്ക്കല്ല, സമൂഹം ഒരു വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ ജീവിതമൊക്കെ കഴിഞ്ഞ് ആ കുട്ടി ഒരു ജോലിയിൽ കയറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവരെ ഇങ്ങനെ അധികം പുറത്ത് പേരൻസിന് അധികം സമ്മതം. അതിന് ആദ്യഘട്ടങ്ങളിലെയാണ് അത്. അടുത്ത ദിവസം ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നപ്പോൾ നടക്കലാത്ത ഒരു കുട്ടിയായിരുന്നു, ഓർക്കണം.
രണ്ട് കാലും സർജറി മരയുടെ താഴെ തുടങ്ങി 2 പേരുടെ പെങ്കൊച്ച് ഞാൻ ചെന്നപ്പോൾ ഒരു കുഞ്ഞു വാവയായിട്ട് വരുന്നത് കണ്ടത് എനിക്കത് എത്രയാണേലും ഭയങ്കര ഒരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. ഇപ്പൊ അവൾക്ക് 2 കുട്ടികളുണ്ട്. അത് എൻ്റെ ജീവിതത്തിലെ തുടക്കം. അതിനെനിക്ക് ഒരുപാട് അവിടെയാണ് എനിക്ക് ഇതുപോലെ ചെയ്യാനൊരു പ്രേരണ കിട്ടിയത്. എന്നാ വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓഫീസ് തലത്തിലാണേലും ഞാനൊന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എൻ്റെ ആ പ്രവർത്തന മേഖല അങ്ങ് വിശാലമായി. അതെ, വളരെ ആ കുട്ടികളെ എല്ലാ കാര്യത്തിലും ഡാൻസ് പഠിപ്പിക്കാനും കോണ്ടാക്ട് ഉണ്ട്. 2 പേർക്കും, ഒരാണും ഒരു പെൺകുട്ടിയായിരുന്നു ഒരു വീട്ടിൽ തന്നെ. 2 പേർക്കും കുട്ടികളായി. അത് ഭയങ്കര ഒരു അനുഭവമാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് ചോദിച്ചാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമയൊക്കെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് അല്ലേ, കുട്ടികളെ മാനേജ് ചെയ്യാനൊക്കെ. കാരണം പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ, തുടക്കത്തിലെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ ഒത്തിരി പേരെ ഈ ഫീൽഡിലേക്ക് ഞാൻ സെലക്ട് ചെയ്താ വിടാറുള്ളൂ, അതിനനുയോജ്യമാണെന്ന് എനിക്ക് ബോധ്യമായെങ്കിൽ മാത്രം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവരായിരിക്കണം. സന്തോഷം ഇല്ലാതിരിക്കുന്നവർക്ക് ഈ കുട്ടികളുടെ പേരൻസിന്റെ മുന്നിൽ അവർക്ക് ഇടപെടാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ക്ഷമയും, അതുപോലെ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം ഈ കുട്ടികളെ കുറിച്ച്. എനിക്ക് ഈ കുട്ടികളെ കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം, അവർ മാറ്റം വരുത്തണമെന്ന് ഉറച്ച ചിന്തയും, പിന്നെ സാമ്പത്തികമായിട്ടും അധികം സാലറി ഒന്നുമില്ല. അപ്പം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ ജോലിയാണ്, എൻ്റെ കടമയാണ്, അങ്ങനെ ഒരു സഹാനുഭൂതിയൊക്കെ ഉള്ളവർക്ക് പിടിച്ച് സന്തോഷത്തോടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാലത്തെ മൊബൈലിന്റെ ഒക്കെ ഒരു യൂസ് കാരണം പിള്ളേർക്ക് കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. എത്രത്തോളം ശരിയാണ്? അത് പല ടോക്സും റൈറ്റംസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അത് ശരി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് മൊബൈൽ കൊടുക്കുന്നു. അതെ. ഇപ്പൊ ഞങ്ങളത് കണ്ടെത്താറുണ്ട്. അപ്പൊ സ്പീച്ച് പ്രോബ്ലം ഉള്ള കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോ കൂടെ ആരാണ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ മറുപടി കിട്ടും, മൊബൈലാണെന്ന്. പല കുട്ടികൾ 3 വയസ്സ് വരെ മൊബൈലേ ഉപയോഗിക്കാത്ത കുട്ടികളിൽ നല്ല ലാംഗ്വേജ് ഉണ്ട്. അത് പേരൻസ് കൂടുതലും, ഞാൻ പറഞ്ഞില്ലേ, പേരൻസ് സന്തോഷവതിയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് സ്ട്രെസ് വരുമ്പോൾ അവര് മൊബൈലിലേക്ക് കൊടുത്തിട്ട് അവര് വേറെ ലോകത്തിലേക്ക് പോകും. അതാണ്, അവരെപ്പോഴും സന്തോഷമാണ് കുട്ടികളുടെ കൂടെ കളിച്ച് കുട്ടികൾക്ക് മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കില്ല. അതാണ്. അത് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാറുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാലും കൊടുത്തു പോകുന്നു. അതെ, അത് അവർക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും കുട്ടികൾ ഇതിനൊക്കെ അഡിക്റ്റ് ആയി കഴിയുമല്ലോ. അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് പതുക്കെ ഏത് കാര്യമാണെങ്കിലും പതുക്കെ മാറ്റിയെടുക്കാം. പേരൻസ് ശ്രമിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കും. 21 വർഷമായിട്ട് ഈ ജോലി ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം റിട്ടയർ ആകാൻ പോവാണ്. അപ്പം മിസ് ചെയ്യത്തില്ലേ? എങ്ങനെയാണത്? അടുത്ത പ്ലാനൊക്കെ എന്താണ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്? മിസ് ചെയ്യാന്ന് പറയുമ്പോൾ BRCയിലെ സ്റ്റാഫ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂള്, അന്തരീക്ഷം, അത് മാത്രമേ മിസ്സാവുള്ളൂ. അല്ലാതെ നമുക്ക് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നതാണല്ലോ. നമ്മൾ ഈ കുട്ടികളെ അത്രമാത്രം സ്വന്തം കുഞ്ഞുങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഒതുങ്ങിയതല്ല. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒരിക്കലും ക്ലാസ് റൂമിൽ ഒതുങ്ങുന്നില്ല. അവർ കുട്ടികളെ തേടിയെത്തുന്നവരാണ്. അവരിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു കൊച്ചു നിൽക്കുന്ന കാണുവാണ്. അപ്പം നമ്മളിങ്ങനെ വീക്ഷിക്കും, ആ കൊച്ചിന് എന്താ അപ്പോഴേ നമ്മളിങ്ങനെ ഇടപെടുവാണ്. കുട്ടിയെ എങ്ങനെയാകണം. അപ്പം പേരൻസിന് അപ്പോൾ തന്നെ നമ്മൾ ആ മൊമെന്റിൽ തന്നെ നമ്മൾ അങ്ങനെ ബസ് സ്റ്റോപ്പ് എന്നോ, അപ്പൊ നമ്മുടെ ഈ ഫീൽഡ് എങ്ങനെ വിടാൻ സാധിക്കും? ഇത് ഒരിക്കലും വിടാൻ പറ്റത്തില്ല. നമ്മുടെ എന്നാ വെച്ചാ എൻ്റെ കുട്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ കെയർ വേണ്ട ഒരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഈ കുട്ടികളെ ഇത്ര ആഴത്തിൽ സ്നേഹിച്ചിട്ട്
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുവാവയാണ്, അവരുമായിട്ടും എല്ലാം ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരിക്കലും പിന്നെ എനിക്ക് വേറെ ഒരു സന്തോഷകരമായ വളരെ ഞാനിപ്പം റിട്ടയർ ആയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. അതെനിക്ക് പറയാതിരിക്കാന് പറ്റത്തില്ല. ഞാനിപ്പം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ 1ാം ക്ലാസ്സിൽ തുടങ്ങി പഠിപ്പിച്ച ഒരു കൊച്ച് പഠനം നിർത്തി വീട്ടിൽ നിൽക്കുമായിരുന്നു. അച്ഛനും അമ്മയും നിരാശയിൽ. കുട്ടിയുടെ മുഖം വിരൂപമായിരുന്നു. കുട്ടികളൊന്നും കുഞ്ഞു പിള്ളേരല്ലേ, അവർ ഉപദ്രവിക്കുമായിരുന്നു. അത് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ഈ കുട്ടിക്ക് ചെന്നൈയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടി കൂലിപ്പണിക്കാരാണ്. അപ്പം അച്ഛന് പണിയെടുത്തില്ലെങ്കിൽ ഞാൻ കൂടെ പോയി ചെന്നൈക്ക്. അപ്പം കുട്ടിക്ക് എന്താ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഭർത്താവ് എവിടെ വേണേലും, ഇപ്പം എനിക്ക് തോർക്കുമ്പോൾ അത്ഭുതം കേട്ടോ. അങ്ങനെ ചെന്നൈക്കൊക്കെ പോയി ചികിത്സയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓരോ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വീട് വെച്ച് കൊടുത്തു. എൻ്റെ സഹപാഠികളാണ്, ഡിഗ്രിക്ക് പഠിച്ചവർ കൂടി വീടൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പല ആശുപത്രികളിലും 21 സർജറി ചെയ്തു കൊച്ചിൻ്റെ മുഖത്ത്. എന്നിട്ടും ഒരു 7ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴും ഇവൾക്ക് മറ്റു കുട്ടികളോടൊരു മറ്റു കുട്ടികൾ ഇവളെ അംഗീകരിക്കുന്നില്ല. അപ്പം അതിന് എന്താണെന്ന് പ്രതിവിധി ഓർത്ത് ഞാൻ ഇവളെ ഡാൻസ് പഠിപ്പിച്ചു. ഡാൻസ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ തുടങ്ങി. ഇവളങ്ങ് ടീച്ചറാകാൻ തുടങ്ങി. അങ്ങനെ ഇവള് സ്കൂളിൽ പിടിച്ചു തന്നു. അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ നിന്നും ഇവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള കൊച്ചാണ്, നോർമലായിട്ട് ബുദ്ധിയുള്ള കൊച്ചാണ്. ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഇവളെ ഓരോ സ്റ്റെപ്പും ഞാൻ ഇവളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ TTC പാസ്സായി. ഇപ്പൊ കേറ്റിട്ട് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു. അപ്പൊ ഈയിടെ ഞാൻ പറഞ്ഞു, നീ കോപ്പറേറ്റീവ് പോവും. അവളെ എപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പോയി. അപ്പോൾ കേറ്റിന് റിസൾട്ട് വന്ന ഉടൻ പെർമനന്റ് ജോലിയിലേക്ക് കയറും. ഭിന്നശേഷി വിഭാഗത്തിൽ കിട്ടുമല്ലോ. അവൾക്ക് കണ്ണിനാണ് പ്രശ്നം. 70% അങ്ങാണ്ട് വൈകല്യമുണ്ട്, മുഖത്തിന് വൈകല്യമുണ്ട്. അപ്പോൾ അവൾ ഉടനെ ജോലി കയറും. ഞാൻ ഇറങ്ങുമ്പോൾ അവൾ ജോലി കയറുന്നത് എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ്. അതുകൊണ്ട് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ സന്തോഷം. റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോൺട്രാക്ട് ബേസ് ആണ്. ഞങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തെ സാലറി കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. സുപ്രീം കോടതി വിധി കഴിഞ്ഞ 2025 മാർച്ചിൽ വന്നായിരുന്നു, സ്ഥിര നിയമനം. പക്ഷെ അതൊന്നും അങ്ങകലത്താണല്ലോ. ഒന്നുമില്ലാതെ ഇങ്ങനെ ഇറങ്ങിയാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇപ്പോഴും ഓരോ പുറകോട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇവരുടെ ഓരോ സ്റ്റെപ്പുകൾ ചിന്തിച്ച് അപ്പൊ എനിക്ക് പകരം ഒരാളെ ജോലിയിൽ കയറും. ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വീട്ടില് എനിക്കൊരു മോളേ ഉള്ളൂ, ഹസ്ബൻഡും. ഞങ്ങള് വീട് ഉള്ളനാട്. മോളിപ്പോ ഇവിടെ കൊല്ലീനൂർ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുകയാണ്. എത്രാം ക്ലാസ് വരെ? അവിടെ ഒക്കേഷണലായിട്ട് പഠിക്കുകയാണ്. അവള് മിടിക്കാണ്. അവളെ എല്ലാ സ്ഥലത്തും എന്റെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ തന്നെ വരേണ്ട സമയമായി. ഹസ്ബൻഡ് സപ്പോർട്ടാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ സമൂഹവും വീട്ടിലും എല്ലാം കൂടി സപ്പോർട്ട് കൊണ്ടായതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇത്രയും ഉന്നത നിലയെത്താൻ പറ്റും. എവിടെയാണെങ്കിലും ആദ്യകാലത്തൊക്കെ ഹസ്ബൻഡായിരുന്നു കുട്ടികളുടെ വീടുകൾ തേടി ഞാൻ പോകും. എവിടെ കുട്ടികളുണ്ടെന്ന് അറിഞ്ഞാലും അവിടെ പോയി സ്കൂളിൽ എത്തിക്കും കുട്ടികളെ. അങ്ങനെ എത്തിച്ചവരാണ് ഈ നല്ല നില. അപ്പം ഇപ്പം ഞാൻ എല്ലായിടത്തോടെയും തനിയെ പോകും. എനിക്ക് ഇതുവരെ ഒരു സ്ഥലങ്ങളിൽ നിന്നും ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ഈ പ്രവർത്തനത്തിന് ഇനിയും നിർത്താതെ പ്രവർത്തിക്കാൻ എനിക്കൊരു ഊർജം, ശക്തി. എല്ലായിടത്തുനിന്നും ഫുൾ സപ്പോർട്ടുകളാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അവനെ പോലെയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സഹായിക്കുന്നുണ്ട് അവരെ? അവരുടെ ഒരു ട്രോമയൊക്കെ ആയിരിക്കും, അതിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് വരാനും ഒക്കെ ആയിട്ട്. അതെ, കൂടുതലും CP ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളവർക്ക് വീടിന് പുറത്തിറങ്ങാറില്ല. അവർ വിദ്യാസമ്പന്നരായിരിക്കും. അങ്ങനെ ഒരു കുട്ടി അവിടെ തെറാപ്പിക്ക് വന്നപ്പം കുട്ടിയിൽ കാര്യമായ മാറ്റം നമുക്ക് സാധിക്കുന്നില്ല. CP ആണ്, ഫിസിയോതെറാപ്പി ചെയ്താലും ഒരു സാധാരണ ജീവിതത്തിലേക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. എങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താം. അപ്പം ആ കുട്ടിയുടെ അമ്മ MCOM കാരിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കണം. സംഭവിച്ചിട്ട് ഞാൻ തന്നെ പോയി ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ പഠിക്കണം എന്നുള്ള ചിന്തയിൽ എങ്ങനെയോ വളരെയായിട്ട് പോയി പഠിച്ച്
അതിന് ജോലി മേടിച്ചു കൊടുത്ത് ഇപ്പൊ പാലായിൽ ജോലി ചെയ്യുന്നുണ്ട്. Okay. അപ്പോൾ അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. പേരന്റ് സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കുട്ടികളെ, അതെ, അതാണ് ഞാൻ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. പേരൻസിന് ഒരു ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പേരൻസിനെ എത്രയും സന്തോഷവതിയാക്കാനാണ്. എങ്കിലേ പേരൻസ് ഹാപ്പി ആണെങ്കിലേ പിള്ളേരെ ഹാപ്പി ആക്കാനും പറ്റുള്ളൂ. ഒരിക്കലും ഒരു കുട്ടിയെ മാറ്റം വരുത്തണമെങ്കിൽ പേരൻസ് ഹാപ്പി ആയിട്ടിരിക്കണം. അതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ചെയ്യാനുള്ളത് തുടർന്ന് ചെയ്യും അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇനിയും ഒരുപാട് പേരുടെ ലൈഫിലേക്ക് വെളിച്ചമാകാൻ ഇനിയും മാമിന് പറ്റട്ടെ ആശംസിക്കുന്നു കേട്ടോ. പെൺമനസ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.